അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ബാലൻ മാധവനൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയം വൈകി. ഫോട്ടോഗ്രാഫ് ഈസ് വർത്ത് 1000 വേർഡ്സ് എന്നാണ്. 1000 വാക്കുകൾക്ക് പകരം ഒരു ഫോട്ടോ കാണിച്ചാൽ മതി, വെറുതെ സംസാരിച്ച സമയം കളയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ വേറെ രസമുള്ള 1-2 കാര്യങ്ങൾ പറയാം. 1976 തോന്നുന്നു ഈ വോയേജർ 2 പോയതല്ലേ, 76 അല്ലേ നാസ. ഏത് വർഷം കൃത്യം ഓർമ്മയില്ല. എന്തായാലും 1976 എൻ്റെ ഓർമ്മ. നാസ നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായി ഒരു പ്രോബ് അയച്ചിരുന്നു. ഒരു പ്രോബ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചൊവ്വ കഴിഞ്ഞ്, വ്യാഴം കഴിഞ്ഞ്, ശനിയും കഴിഞ്ഞ്, യുറാനസും നെപ്റ്റ്യൂണും കഴിഞ്ഞ് പോകുന്ന സമയത്ത് അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തിയററ്റിക്കൽ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള 1990 അദ്ദേഹം ഒരു റിക്വസ്റ്റ് നാസയ്ക്ക് കൊടുക്കുന്നു. എന്തായാലും അങ്ങോട്ട് പോകുന്ന ഈ സാധനത്തിനെ എനിക്ക് വേണ്ടി ഒരു തവണ തിരിച്ചിട്ട്, ഭൂമിയുടെ നേരെ തിരിച്ചിട്ട് ഒരേ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ ഫോട്ടോഗ്രാഫർമാരായതുകൊണ്ട് അത് പറയുന്നത്. അങ്ങനെ കാൾ സാഗൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ പ്രോബ്, അതായത് പ്ലൂട്ടോ കഴിഞ്ഞ് നമ്മുടെ സൗരയൂഥം കഴിഞ്ഞിട്ടുള്ള ഈ ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഒരേ ഒരു തവണ ഫെബ്രുവരി 14 1990 ഇതൊന്ന് ഭൂമിയുടെ നേരെ തിരിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾ വെറുതെ സമയം കിട്ടുമ്പോൾ ഗൂഗിളിൽ എടുത്തിട്ട് ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് മാത്രം അടിച്ചാൽ മതി. ദ പെയിൽ ബ്ലൂ ഡോട്ട്. ഒന്നുമില്ല, ഈ കിടക്കുന്ന ഇങ്ങനെ ഈ വെറും ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ആകാശത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിനകത്ത് ചെറിയ നീല നിറത്തിലുള്ള ഒരു പൊട്ട്, അതായിരുന്നു നമ്മുടെ ഭൂമി. ആ ഭൂമിയുടെ ഏറ്റവും ദൂരെ നിന്നും എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ഒരു ഉപകരണം എടുത്തിട്ടുള്ള ചിത്രം. അത് ഇന്നും നമ്മളെ ഓരോ ദിവസവും ആ ചിത്രം നമ്മൾ കാണണം. രാവിലെ എണീക്കുമ്പം നമ്മൾ എന്തുമാത്രം നിസ്സാരമാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലിയൊരു ചിത്രമില്ല. ജസ്റ്റ് എ പെയിൽ ബ്ലൂ ഡോട്ട്. അതിനകത്താണ് നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും, പ്രകൃതിയും, പ്രപഞ്ചവും, കടലും, മലകളും എല്ലാം ഇരിക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രത്തിൻ്റെ, ആർക്കും വേണ്ടാത്ത ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഇസ്പയുടെ 7ാം കൂലിയായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ പേരാണ് ഭൂമി. കാരണം നമ്മളിരിക്കുന്ന ക്ഷീരപഥം എന്ന് പറയുന്ന ദ മിൽക്കി വേയിൽ ആർക്കും വേണ്ടാത്ത ഒരു മൂലയിൽ കിടക്കുന്ന ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മസിൽ ഭരിപ്പിച്ച് നമ്മൾ ഈ ജീവിതം കൊണ്ടുപോകുന്ന മുമ്പോട്ട്. അപ്പം നമ്മൾക്ക് എന്തുമാത്രം ഇത് പറയാൻ കാരണം, അവിടെയും നമ്മളെല്ലാം ഈ ഫോട്ടോഗ്രാഫർ വരുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ തന്നെ ഈ ഫോട്ടോഗ്രാഫിയാണ് അത് ലോകത്തെ കാണിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് JWST. എത്ര പേർ കേട്ടിട്ടുണ്ടെന്നറിയില്ല. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പുറത്തോട്ട് വിട്ടിട്ട് ഇപ്പോൾ കഷ്ടിച്ച് 2-2.5 കൊല്ലമേ ആയിട്ടുള്ളൂ. ദിവസം തോറും അത് പ്രപഞ്ചത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് ഭൂമിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രങ്ങൾ കാണുന്നതോടുകൂടി ഇന്നലെ വരെ പറഞ്ഞിരുന്ന ബിഗ് ബാങ് തിയറി ഉൾപ്പെടെയുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ തിയറികൾ പോലും തെറ്റിപ്പോകുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നു. അവിടെയും ഫോട്ടോഗ്രാഫിയാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫറുടെ റോള് ചെറുതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മുടെ ചിത്രങ്ങൾക്കെല്ലാം ഒരു പർപ്പസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവിന് പുറകിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നേച്ചർ ഫോട്ടോഗ്രാഫർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ചുറ്റും ദിവസവും നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല കാണിക്കേണ്ടത്, മറിച്ച് പ്രകൃതിക്ക് ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ഭാഗം കൂടെ നമ്മുടെ ക്യാമറയിൽ പതിയണം. മീഡിയ മേറ്റ്സിന് ഞാൻ അനുമോദിക്കുന്നത്, ഒരു റെയിൽവേ ട്രാക്കിനകത്തുള്ള ഡ്രെയിനേജിനകത്ത് ഒരു അന്യദേശ തൊഴിലാളി മുങ്ങി മരിച്ചു ഏതാണ്ട് 1 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരൊരു ഫോട്ടോ എക്സിബിഷൻ ഇവിടെ ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങളുടെ ചിത്രങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും മറ്റ് പല സ്കൂളുകളിലും അവർ കാണിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ പണിയുടെ ഒരു വലിയ ഭാഗമാണത്. ഇന്നും അവരന്വേഷിക്കുന്നുണ്ട്. കാരണം നെയ്യാറ്റിൻകരയിലും പാറശാലയിലും തിരുവനന്തപുരം നഗരത്തിലും ഒക്കെ ഉള്ള പല സ്കൂളുകളും നഗരസഭകളും അവരെ വിളിക്കുന്നുണ്ട്, ഈ ചിത്രങ്ങൾ കാണിക്കണം.
അപ്പം നമ്മുടെ പണിയുടെ ഈ ഒരു ഭാഗം കൂടെ സൗന്ദര്യമൊപ്പൽ മാത്രമല്ല പ്രകൃതി ഫോട്ടോഗ്രാഫി എന്നും, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്കൊക്കെ തരുന്ന കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളും അവാർഡുകളും എല്ലാം നമുക്ക് തരുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറകൾ വല്ലപ്പോഴുമെങ്കിലും ദുരന്തങ്ങളുടെ ഭാഗത്ത് കൂടെ കാണിച്ച് അതുവഴിയും ബോധവൽക്കരണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.